ആ വന്നു. ഇതാണോ ആള്? പിന്നല്ലാതെ. ഇത് മതി, ഉറപ്പിച്ചിട്ട് പോവാ. ഇനിയൊരു തവണ വരാനാക്കണ്ട. നോക്കിയിരുന്ന് കണ്ണ് കഴിച്ചു. ഞാൻ ഇവിടെ അടുത്ത് വരെ ഒന്ന് പോയതാ. ഇത് സുധീർ മുതലാളി. സ്വന്തമായിട്ട് 2 നെല്ലൂത്തുമില്ലുള്ള ആളാ. എന്നാ കാശുകാരനുള്ള ഭാവോട്ടില്ല എന്താനും. പുള്ളിക്കാരൻ ചിരിക്കുമ്പോ നോക്കണം. ഒരു പല്ല് സ്വർണം കിട്ടിയതാ. നോക്കിയേ നോക്കിയേ, കണ്ടോ? ഇവിടെ നിക്ക, ഞാൻ പോയിട്ട് വരാം. ഒരു മോളുള്ളതിനെ അമേരിക്ക കെട്ടിച്ചു വിട്ടു. ഭാര്യ മരിച്ചു, ബാധ്യതകൾ തീർന്നു. LICയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ അപ്പം കാണണം. മോള് വീട്ടിലില്ലാത്ത നേരത്താവുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഉടനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് നടന്ന് കിട്ടിയ LICയുടെ ഭാഗ്യം. എനിക്കങ്ങനെ ഒരു ഭാഗ്യം വേണ്ട ചേട്ടത്തി. എൻ്റെ കാര്യം വിട്ടേക്ക്. മോക്ക് വല്ല നല്ല ആലോചനയും വന്നാൽ പറയണം. ഇനി അധികം വൈകാതെ അവളുടെ കല്യാണം നടത്തണം. അത് പിന്നെ കുഞ്ഞലിച്ചേട്ടത്തി ഏറ്റതല്ലയോ. പുള്ളിക്കാരന് നെല്ലുകുത്തുമില്ല് കൂടാതെ കപ്പലിൻ്റെ മുട്ടായി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടെ തുടങ്ങാനിരിക്കുവാ. LICയെ കണ്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്തായി? സുധീർ മുതലാളി പോന്നേക്ക്. വീട്ടിൽ അംബാസഡർ കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വരാൻ. അച്ചു ലിസൺ, നീ എന്റെ ഫ്രണ്ടാ. നിന്നോട് എന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഓഹോ, അങ്ങനാണോ? എന്നാ അധികം വിശ്വാസം അങ്ങനെ കൊണ്ട് നടക്കണ്ട. നീ കുറച്ച് ഓവറാ. അച്ചു പ്ലീസ്, ഇത് ജോക്കല്ല, ഐ ആം സീരിയസ്. നീ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടോ? അത് ഞാനെങ്ങനെ കാണാനാ? പണ്ടങ്ങാണ്ട് മുങ്ങിപ്പോയതല്ലേ. ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ടൈറ്റാനിക് ഫിലിം കണ്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അതിലെ ജാക്കും റോസും കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാമുകിയെ രക്ഷിക്കാൻ അവസാന ശ്വാസം വരെ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്ത് ഒടുവിൽ തണുത്തുറഞ്ഞ കടലിൽ റോസിന് വേണ്ടി ആത്മാഹുതി ചെയ്യുന്ന ജാക്ക് അതെന്റെ ഫ്രണ്ടാ. താനാ പടം കണ്ടിട്ടിലേക്ക് കാണണം കേട്ടോ. ബെസ്റ്റ് പിക്ചറാ. സൗകര്യമുള്ളപ്പോ കണ്ടോളാം. ഇപ്പൊ ഇജോ അങ്ങനെ പോവാൻ പറ്റാത്തൊരു കണ്ടീഷനില്ല ഞാൻ. അതല്ലേ അച്ചു എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എന്താ എവിടെയാണെന്ന് ചോദിക്കാൻ പാടില്ല, അത് സസ്പെൻസാ. അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. വാട്ട് ഡു യു തിങ്ക് ഓഫ് മീ? ഐ തിങ്ക് യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ദേ, നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കണ്ട ആൾക്കാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കാല് പിടിക്കും. വേഗം വാ. വാ. എങ്ങോട്ടാ നീ കയറി പോകുന്നത്? എങ്ങോട്ടായാലും എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇല്ല, നിന്നെ വിശ്വസിക്കേണ്ട കാര്യം എന്താ എനിക്ക്? വൈഷുടായി. നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ കൂടെ വരും. ഇല്ല, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. അയ്യോ, ചതിക്കില്ല അശ്വതി, പ്ലീസ്. നീ എന്നാ സസ്പെൻസ് വിട്ടിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. ഓക്കെ പറയാം. ഈ ഭൂമിയിൽ 2 പേർ പ്രണയിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ആ ഇഷ്ടം നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മനുഷ്യരായ നമുക്കെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് പറയാം. എന്റെ ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്യാവാ. ഫ്രണ്ട്സ്, ഇതാണ് അശ്വതി. ദിസ് ഇസ് സന്തോഷ്. ഹായ് നിഷ, വന്നേ. നിഷ ഇപ്പൊ ഹൗസ് സർജൻസി കഴിഞ്ഞ് നിൽക്കുക. ഇവിടെ ഹയർ സ്റ്റഡീസിന് ഇംഗ്ലണ്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക ഇവളുടെ ഡാഡി. ഡാഡിക്കൊക്കെ എന്തു ആവാലോ. സ്നേഹിക്കുന്ന 2 യുവ ഹൃദയങ്ങളുടെ വേദന നമ്മളെ ഫ്രണ്ട്സിനല്ലേ അറിയൂ. സന്തോഷിനും നിഷയ്ക്കും ഒരിക്കലും തമ്മിൽ പിരിയാനാവില്ല. ഇന്ന് കാലത്തെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ചാടിച്ചു. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിരുന്നു പരിപാടി. പക്ഷെ കഷ്ടകാലത്തിന് രജിസ്ട്രാർ ലീവ്. രജിസ്ട്രാർക്കൊക്കെ എന്തു ആവാലോ. ഓവറാക്കല്ലേ. ഇനി നാളെ കാലത്ത് 10 മണിക്ക് രജിസ്ട്രേഷൻ നടക്കും. അതുവരെ നിഷയ്ക്ക് താമസിക്കാൻ അമ്മയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ചാടിയതേ. ഇന്നൊരു രാത്രി അശ്വതിയുടെ വീട്ടിൽ നിഷ ഒന്ന് താമസിപ്പിക്കണം. അവിടെയാകുമ്പോൾ ഒരാൾ സംശയിക്കത്തില്ല, സേഫാ. ഇജോ നീ വന്നേ. എന്താ നിന്റെ വിചാരം? ഞാനും എന്റെ അമ്മയും നിന്റെ കുട്ടിക്കളിക്കുള്ളതാ? നോ, നെവർ. മാത്രമല്ല അമ്മയോട് ഈ സംഗതി പറയാനേ പാടില്ല. ഇക്കാര്യത്തിൽ മാത്രം അമ്മമാരെ നമ്പാൻ കൊള്ളില്ല. നിഷ, ഒന്നിങ്ങി വന്നേ. പെട്ടി അവിടെ വെച്ചേക്ക്, അത് നാളെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. കാര്യങ്ങളൊക്കെ ഞാൻ അശ്വതി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. യു ഡോണ്ട് വറി. അപ്പൊ ഇവർ ഇറങ്ങിക്കോട്ടെ അല്ലടാ. ഓക്കെ നിഷ, ടേക്ക് കെയർ. ഞങ്ങൾ ധൈര്യമായിട്ടിരി. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇല്ല. പെട്ടെന്ന് ഇജോ, ഇജോ, നീ വൈകിട്ട് മൊബൈലിലേക്ക് വിളിച്ചാൽ മതി. ബാക്കിയല്ല അപ്പൊ പറയാം. വേഗം വാ, വിശക്കണം. ഒന്നും മിണ്ടാണ്ടിരിക്കണം അവിടെ. പോകാം. ഈ ചെടികളിലൊക്കെ ഇത്തുപൂരം വെള്ളങ്ങൾ ഒഴിച്ചുകൂടായിരുന്ന? എല്ലാം വാടി കരിഞ്ഞല്ലേ. വർഷങ്ങൾ പോകും തോറും തള്ളേ എന്തൊരു ചൂട്. ഇക്കണക്കിന് കുംഭം മീന ആകുമ്പോഴത്തേക്ക് എരിഞ്ഞു പൊരിഞ്ഞ് ചാകത്തേ ഉള്ളൂ. ഏസൈക്കുന്ന ഡ്യൂട്ടി ഇല്ലേ? നമുക്കെന്തൊരു ഡ്യൂട്ടി? പോലീസുകാർക്ക് ഇപ്പൊ 24 മണിക്കൂറും ഡ്യൂട്ടി എന്നല്ലേ? സ്മിലി ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയിരിക്കായിരിക്കും അല്ലേ? ദാണ്ടേ മോള് വന്നു കേട്ടാ. ഇതാര്? കൂട്ടുകാരിയായിരിക്കും.
പേരെന്തിന്? സാറെന്താ ഇവിടെ ഈ കോലത്തില്? തള്ളേ എന്തൊരു പറയായി, ഒരു പ്രതിയെ പിറകെ വെച്ച് പിടിച്ചതാണ്. എന്നെ വെട്ടിച്ച് അവൻ തോടും ചാടി ഓടി തള്ളിക്കളഞ്ഞു. ഞാൻ വിടുവോ? മധുസൂരൻ പിള്ള അവൻ അറിഞ്ഞൂടാ. ഞാനും കൂടെ ചാടി തോട്ടിന്റെ വക്കിൽ ഇതാ അടങ്ങണ. എഴിച്ചു നോക്കിയപ്പോ ഷർട്ടിൽ മുഴുവൻ ചെളി. പിന്നെ എന്തിനു ചെയ്യാ, ഇവിടെ കൊണ്ട് നനച്ചിട്ട്. നിന്നാണ് പിള്ളേ, നീ നോക്കിക്കോ. 24 മണിക്കൂറിനകത്ത് ഞാൻ അവനെ പൊക്കിയിരിക്കും. അതാണ് മധുസൂരൻ പിള്ള. അമ്മേ അമ്മേ, ഞാനാ. ആ ഞാൻ വാതിലും കുറ്റിയിട്ട് അകത്തിരിക്കുവാ. വന്നിട്ട് കുറെ നേരമായി. അവിടെ ഇരുന്നോണ്ട് ചായകളെന്നോ വെള്ളങ്ങളെന്നോ ഒക്കെ വിളിച്ചു കൂവുക. വാ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ നിഷ. ആ ഷർട്ട് ഉണങ്ങി കേട്ടാ. എന്നാ മധുസൂരൻ പിള്ള അങ്ങോട്ട് പോണേ. നിഷ കിടന്നോളൂ, വെള്ളം ദാ അവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താത്? നോക്ക്, ഇഷ്ടായ? ഇതെവിടുന്ന്? എവിടെ നിന്നോ? കാശ് കൊടുത്ത് ഉണ്ടാക്കിച്ചതാ. അപ്പൊ സുന്ദരിയാവാൻ തീരുമാനിച്ചല്ലേ? ഓ എനിക്കല്ലടി കഴുത, നിനക്കാ. ബ്രാഞ്ച് മാനേജർ മോളുടെ കഴുത്തിൽ ഇതുപോലൊന്ന് കണ്ടപ്പോ നിനക്കിണങ്ങൊന്ന് തോന്നി. ഹൈ കൊള്ളാം, മോഡൽ കൊടുത്തുണ്ടാക്കിച്ചതാ. എന്തായാലും നിന്റെ കല്യാണത്തിന് കുറെ സ്വർണം വാങ്ങണം. ഇപ്പോഴേ കുറേശ്ശെ വാങ്ങിക്കാലോ എന്ന് വെച്ചിട്ടാ. അയ്യോ, ഇങ്ങനൊരമ്മ. സ്വർണവും പണമൊന്നും വേണ്ടാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കൂ. അപ്പോഴോ? അപ്പൊ നിനക്കായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണം ആർക്കെടുത്ത് കൊടുക്കും? ഇങ്ങട്ടാ. പിന്നെ അല്ലെങ്കിൽ വേണ്ട. എന്തോന്ന് പറ പെണ്ണേ. ഒന്നുമില്ല. ചേടാ ഡേ അച്ചു, എന്താ? ഒന്നുമില്ലാന്നേ. ഒന്നും ഉണ്ടെന്നേ, നീ പറ. അമ്മയോട് പറയാൻ പാടില്ലെന്ന് അവര് പറഞ്ഞിട്ടുള്ളതാ. ആര്? പക്ഷെ പറഞ്ഞില്ലേ എനിക്കിന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. എന്നാ പറ. അമ്മ ആ കുട്ടിയോട് ചോദിക്കണ്ട, അറിഞ്ഞതായേ ഭാവിക്കണ്ട. എനിക്ക് വല്ലതും അറിയാവോ ഭാവിക്കാൻ? നീ കാര്യം പറ. നാളെ ആ കുട്ടിയുടെ കല്യാണമാ. രജിസ്റ്റർ മാരേജ്. ഓ, വീട്ടിൽ നിന്ന് ആരും അറിയാണ്ട് ഓടി പോന്നതാ. അയ്യോ. പക്ഷെ ഇന്ന് രാത്രിയിലത്തെ സംരക്ഷണം മാത്രം നമ്മുടെ ഉത്തരവാദിത്തം. ഉറക്കം വരുന്നില്ലല്ലേ? ഇരിക്കെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവല്ലേ. ഉറക്കം വരാൻ ബുദ്ധിമുട്ടാ. ഞാൻ അറിഞ്ഞപ്പോ പിന്നെ കല്യാണ പെണ്ണെ നേരിട്ട് അഭിനന്ദനം അറിയിക്കാവെന്ന് വെച്ചു. നാളെ ചിലപ്പം പറ്റിയില്ലെങ്കിലോ? രാവിലെ നിനക്ക് നേരത്തെ പോണ്ടേ? MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി അല്ലേ? അതെ. എന്ന് വെച്ചാ ഡോക്ടർ തന്നെ. എന്നാലും ഒരു MD ഒന്നും ഇല്ലാത്ത ഡോക്ടർമാർക്ക് ഇപ്പൊ രോഗികളെ കിട്ടാൻ വലിയ പാടാ. നിഷയെ ഫോറിനിലേക്ക് അച്ഛൻ പഠിപ്പിക്കാനിരിക്കായിരുന്നു കേട്ടു. ആണോ? അയ്യോ, എത്ര കുട്ടികൾ കൊതിക്കുന്ന കാര്യം അത്. ഭാഗ്യമുള്ളവർക്കേ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വിവരം അറിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും. നിഷ ജനിച്ചപ്പോൾ തൊട്ട് ഭാവിയെ പറ്റി അവരെന്തെല്ലാം സ്വപ്നം കണ്ടു കാണും. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് പെട്ടെന്നൊരു ദിവസം ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയാ ആർക്കെങ്കിലും സഹിക്കാൻ ഒക്കൂ? നിഷ ഉറങ്ങിക്കോട്ടമ്മേ. അതെങ്ങനെയാടി ഇന്നത്തെ ദിവസം ആ കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നേ? നിഷ അമ്മായിയുടെ വീട്ടിലാണെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് ഉറങ്ങുമായിരിക്കും. നാളത്തെ സ്ഥിതി എന്താ? ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ അവർക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഈ പ്രേമത്തിനൊരു വല്ലാത്ത കുഴപ്പമുണ്ട്. പ്രേമിക്കുന്നവരെപ്പോഴും അവരുടെ നല്ല വശം മാത്രമേ പുറത്ത് കാണിക്കൂ. അതിപ്പോ ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാ. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ മറ്റൊരു മുഖം കാണും. എന്ത് കാര്യം? ഒഴുക്കി പെട്ടുപോയില്ലേ, തിരിച്ച് നീന്താൻ പറ്റുമോ? പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എങ്ങ് നീങ്ങും. പുറമേ ഹാപ്പിയായി കാണുന്ന പല കുടുംബങ്ങളുടെ സ്ഥിതി ഇത് തന്നെ. എന്നാ പ്രേമിക്കുന്ന കാലത്ത് ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും തലേ കയറൂല്ല. നമ്മുടെ ജയലക്ഷ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? LICയിൽ തരക്കേടില്ലാത്തൊരു പോസ്റ്റിലായിരുന്നു. അവിടെ തന്നെയുള്ളൊരു ക്ലാർക്കിന്റെ കൂടെ അവൾ അങ്ങോളിച്ചോടി. വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേൾക്കുന്നത് ഹാർട്ട് അറ്റാക്കിൽ അവളുടെ അച്ഛൻ മരിച്ചു എന്നാ. ഇപ്പോഴും അവളുടെ അമ്മ അവളെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. കൊല്ലം എത്ര ആയെന്നോ? ഷോ, സമയമായി, നിങ്ങൾ കിടക്ക്. ആന്റി, എനിക്കെന്റെ വീട്ടിൽ പോണം. എനിക്കെന്റെ അച്ഛനും അമ്മയും കാണണം. രജിസ്ട്രാർ 10 മണിക്ക് ഓഫീസിലെത്തിയാ ഒന്ന് സെറ്റിൽ ആവാൻ 15 മിനിറ്റ്സ് എടുക്കും. സോ 10:15 നമ്മൾ അവിടെ എത്താൻ പാടുള്ളൂ. നൗ 9:30. കൃത്യം 9:45 നിഷയും കൂട്ടി അശ്വതി ദാ ആ കാണുന്ന ടെലിഫോൺ ബൂത്തിൽ നിന്ന് എന്റെ മൊബൈലിലേക്ക് വിളിക്കും. അതെന്നാത്തിനാളിയാ ഇവിടെ വരെ വരാൻ അവർക്ക് നേരെ ഇങ്ങോട്ട് വന്ന് കയറിയാ. ജസ്റ്റ് ലിസൺ ഫസ്റ്റ്. നീ എന്തിനാ ഇല്ല ഇങ്ങനെ കൃത്യസമയത്ത് ആക്കുന്നത്? വല്ല ട്രാഫിക് ബ്ലോക്കിലോ മറ്റോ കുടുങ്ങിയാലോ? നീ തൽക്കാലം അവളുടെ പെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ ചുമ്മാതിരുന്നാ മതി. ഒരു ക്രൈം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട്. 3 കൊല്ലം നിയമം പഠിച്ചവനാ ഞാൻ. എത്ര മണിക്ക് ഇവർക്ക് പോകാനുള്ള കോയമ്പത്തൂർ ട്രെയിൻ സ്റ്റേഷൻ വിടുന്നേ? ടിക്കറ്റിൽ 11:45 ഡിപ്പാർച്ചർ ടൈം.
പിന്നെ നമ്മുടെ റെയിൽവേയുടെ കാര്യമല്ലേ, ചിലപ്പോൾ ട്രെയിൻ വന്നില്ലാതും വരും. 10:30 മാക്സിമം. അതിനകം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാം. 11:45 വരെ 1 hour 15 minutes. അത്രയും നേരം റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് സേഫ് അല്ല. സോ 10:30ക്ക് മഞ്ചേരി തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് കയറാം. മഞ്ചേരിയിൽ ഇപ്പൊ ഏതാ പടം? പടം ഏതായാലും എന്താ, അത് കാണലല്ലോ നമ്മുടെ ഉദ്ദേശം. കാണാൻ കയറുന്ന നിലയ്ക്ക് ഏതെങ്കിലും നല്ല പടം കണ്ടൂടെ? ഏയ് ബി സീരിയസ്. നീ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ ജോ, അവരെ കാണാനില്ലല്ലോ. പോയി നോക്കാം അല്ലേ? ശരിയാ, വണ്ടി എടുത്തോ. അവരുടെ ഗേറ്റിലേതാ വേറൊരു വണ്ടി? അയ്യോ, മോളെ, നിങ്ങൾ അവളെ വഴക്കൊന്നും പറയരുത്. അതിന് ചെറിയൊരു അബദ്ധം പറ്റി, അങ്ങനെ കണക്കാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. വാ മോളെ. കരയരുതേ. ചിന്നുനെ നന്നായിരിക്കും അല്ലേ ചേച്ചി? അപ്പ എനിക്കോ? നിനക്കുള്ളതല്ലേ അമ്മയുടെ കയ്യിലിരിക്കുന്നത്? ഇത് ബില്ല് ചെയ്തോളൂ. ആ ശരി. ഇനി അശ്വതിക്കൊരെണ്ണം നോക്കാം. സൽവാറോ മീഡിയോ എന്താ വേണ്ടെന്ന് പറ. അയ്യോ എനിക്കൊന്നും വേണ്ട ചേച്ചി, ഞാൻ ചുമ്മാ രസത്തിന് കൂടെ പോന്നല്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. എനിക്കുള്ളതെല്ലാം അമ്മ തുണി വാങ്ങി തയ്ക്കുന്നതാ. ഞാൻ റെഡിമെയ്ഡ് വാങ്ങാറേ ഇല്ല. എന്റെ ഡ്രസ്സ് കണ്ടിട്ടാ പലരും അമ്മയെ കൊണ്ട് ചുരിദാറൊക്കെ തയ്പ്പിക്കുന്നത്. എന്നാ സാരി നോക്കാം. അതും അമ്മ തുണി വാങ്ങി തയ്ക്കോ? അയ്യോ വേണ്ട ചേച്ചി, മിണ്ടരുത്. ശോ. മോൾ ഇവിടെ ഇരിക്കാം. ഹലോ, ഹായ്. ഞാൻ ഓഫീസിൽ പോയിരുന്നു, അപ്പോഴേ ഷോപ്പിങ്ങിന് ഇറങ്ങിയെന്ന് അറിഞ്ഞേ. എന്താടോ? ഏയ് നത്തിങ്. ഒന്ന് വന്നേ. വലിയ ചതിയായി പോയി കാണിച്ചത്. സോറി, ഐ വാസ് ഹെൽപ്ലെസ്. ഒന്ന് പുറത്തേക്ക് വന്നേ. അതെ, സന്തോഷിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും നീ തന്നെ ഒന്ന് സംസാരിക്കേ. എനിക്ക് ഒറ്റയ്ക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്ലീസ്, അവരിത് എന്നെ വിടാതെ കൂടിയിരിക്കുക. ദാ നേരിട്ട് പറ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. സോറി. ഒരു സോറി കൊണ്ട് മാച്ചുകളാവുന്ന തെറ്റല്ല അശ്വതി ചെയ്തത്. ദേ ഇത് കണ്ടോ, അവളുടെ വെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് അപ്പത്തിറങ്ങിയ കരച്ചില്ല. 6-ാം തീയതി കാലത്ത് 8:30ക്കുള്ള ഫ്ലൈറ്റ് നിഷ ഇംഗ്ലണ്ടിലേക്ക് പോവാ. അങ്ങനെ സംഭവിച്ച സന്തോഷ് സൂട്ട് കേസിൽ തല തല്ലിച്ചാകും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നിഷയെ അവളുടെ വീട്ടിൽ നിന്ന് ഒന്നുകൂടെ ചാടിക്കണം. അത് അശ്വതി വിചാരിച്ചാലേ നടക്കൂ. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ അശ്വതി നല്ല വിശ്വാസ. സ്നേഹിക്കുന്ന രണ്ട് യുവ മനസ്സുകളുടെ വേദന അശ്വതിക്ക് മനസ്സിലാവുമല്ലോ. എന്നാര് പറഞ്ഞു തന്നോട്? വാട്ട് ദ ഹെൽ ഡു യു തിങ്ക്? തന്റെ ഇമ്മാതിരി തോന്നിയാസനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നു വിചാരിച്ചോ? അശ്വതി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നന്നായി പോയി. നിഷ എന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഏറ്റവും നോക്കിക്കോളാന്ന്. ഏറ്റത് ഇവനാ ഈ ജോ. ഞാൻ അന്നേ പറഞ്ഞതാ വല്ല ഹോട്ടലിലും ചെന്ന് മുറിയെടുക്കാമെന്ന്. എല്ലാവരോടായിട്ട് പറയാ, ആ കുട്ടി അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പേരൻസിനെ വിളിച്ച് വരുത്തിയത്. ഒരു കാമുക സംഘം. നാണമില്ലല്ലോ ഇങ്ങനെ നടക്കാൻ. ഇനി ഈ കാര്യം പറഞ്ഞ് താൻ എന്റെ പുറകെ നടന്ന ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. മൈൻഡ് ഇറ്റ്. ഏയ് അശ്വതി, കേടാ, നീയല്ലേ 3 കൊല്ലം നിയമം മാത്രം പഠിച്ച വക്കീല്. കേരള എടാ ഞാൻ ഇങ്ങോട്ട് കേരള കേറ്. തള്ളല്ലേ.